കുഞ്ഞുമോന് ഉത്തരം വല്ലതും ഉണ്ടോ ചോദിച്ചാൽ കുഞ്ഞുമോനെ ഒന്ന് ആശ്രയിക്കട്ടെ. എഴുതിക്കുന്ന കമന്റ് ഉണ്ടോ? വിഗ്രഹമായ മരം എടുത്തുകൊണ്ട് നടക്കുകയും രക്ഷിപ്പാൻ കഴിയാത്ത ദേവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ജാതിക്ക് അറിവില്ല എന്ന് നിന്നെയൊക്കെ കുറിച്ച് എഴുതിയിരിക്കുന്നു. കണ്ടോ കണ്ടോ കണ്ടോ? അപ്പോഴേക്കും പിണങ്ങി. പിണങ്ങുന്നതാണ്. അപ്പൊ ഈ യേശുക്രിസ്തു മരം എടുത്തുകൊണ്ട് നടന്നതിനെ പറ്റി എന്നാ പറയുന്നത്? വിഗ്രഹമല്ലല്ലോ രക്ഷിച്ചേ, യേശുവല്ലേ രക്ഷിച്ചേ, മരത്തെ തൂങ്ങിയെന്നല്ലേ ഉള്ളൂ. യേശു ആണല്ലോ രക്ഷിച്ചേ, മരം അല്ലല്ലോ രക്ഷിച്ചേ, മരത്തെ തൂങ്ങിയെന്നല്ലേ ഉള്ളൂ. അങ്ങനെ പറയാമല്ലോ. ഈ യഹോവ എപ്പോഴും ഈ കൊലപാതക സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു. മനസ്സിലായോ? പുള്ളി ഭയങ്കര കൊലപാതകയായിരുന്നു. പുള്ളി ഭയങ്കര സ്പെഷ്യലിസ്റ്റ്. ഉദാഹരണം പറഞ്ഞാൽ ഒരുപാടുണ്ട്. ബൈബിൾ മുഴുവൻ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യഹോവയുടെ കൊലപാതക സ്പെഷ്യലൈസേഷൻ മുഴുവൻ ഇപ്പൊ ഞാൻ ഒരു വാക്യം കാണിക്കാം. വായിച്ച് ഒരുമാതിരിപ്പെട്ട പുസ്തകങ്ങളൊക്കെ മാറും. ഇത് നോക്കും. മിസ്രൈം ദേശത്ത് ചെന്ന് പാർപ്പാൻ അവിടെ പോകേണ്ടതിന് മുഖം തിരിച്ചിരിക്കുന്ന യഹൂദ ശിഷ്ടത്തെ ഞാൻ പിടിക്കും. വലിയ ആളാ പിടിക്കുന്നു. അവരെല്ലാവരും മുടിഞ്ഞു പോകും. ഇവൻ പിടിച്ചാൽ പിന്നെ മുടിയാതിരിക്കും. എടാ എന്തൊക്കെ അലവലാതി, നീ നിന്റെ ദൈവത്തിന്റെ വിശേഷം കാണ. ഈ പിശാചിനെയാ നീ ഡ്രം അടിച്ച് സേവിക്കുന്നത്. മുടിഞ്ഞു പോകും. മിസ്രൈം ദേശത്ത് അവർ വീഴും. വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും അവർ മുടിഞ്ഞു പോകും. പ്രാക്കോട് പ്രാക്ക. എന്താണെന്ന് വെച്ചാൽ ഇവർ അശേരാരാധന. അവർ ആപാലവൃത്തം വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മരിക്കും. അവർ പ്രാക്കിനും സ്തംഭനത്തിനും ശാപത്തിനും നിന്നയ്ക്കും വിഷയമായി തീരും. വൃത്തികെട്ടവൻ. ഞാൻ യെരൂശലേമിനെ സന്ദർശിച്ചതുപോലെ മിസ്രൈം ദേശത്ത് പാർക്കുന്നവരെയും വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും സന്ദർശിക്കും. കണ്ടോ അവന്റെ ഒരു സന്ദർശനം. ഒരു ദൈവം ജനത്തെ സന്ദർശിക്കുന്ന. അത് മിസ്രൈമില്ല, യെരൂശലേമിലുള്ളവരെ എന്ത് ചെയ്തു? പുള്ളി ഇങ്ങനെ സന്ദർശിച്ചായിരുന്നു. എങ്ങനെയാണ്? ഈ മനുഷ്യവർഗത്തെ COVID-19 കൊണ്ട് സന്ദർശിച്ചായിരുന്നു പുള്ളി. സന്ദർശിക്കും. അവന്റെ ഒരു സന്ദർശനവും. മിസ്രൈം ദേശത്ത് പാർക്കുന്ന ചിലരല്ലാതെ ആരും മടങ്ങിപ്പോകയില്ല. എന്നിട്ട് അതിന് തങ്ങളുടെ ഭാര്യമാർ അന്യദേവന്മാർക്ക് ധൂപം കാട്ടിയിട്ടുണ്ടെന്ന് അറിഞ്ഞ സകല പുരുഷന്മാരും, അതായത് യഹോവ പറയുകയാണ് ഈ പെണ്ണുങ്ങളെല്ലാം അശേരെ ആരാധിക്കാം. പുള്ളിയുടെ പരാതിയാണ്. അപ്പൊ പുരുഷന്മാരെന്ത് ചെയ്തു? പുരുഷന്മാർ മഹാസംഘമായി, ചെറിയ ഗ്രൂപ്പ് അല്ല. ഇതാണെങ്കിൽ പറഞ്ഞ സാധാരണക്കാരിൽ ഭൂരിപക്ഷവും അശേര വർഷിപ്പേഴ്സാണ്. മഹാസംഘമായി അരികെ നിന്ന സകല സ്ത്രീകളും മിസ്രൈം ദേശത്ത് പത്രോസിൽ പാർത്ത സകല ജനവും കണ്ടോ യിരെമ്യാവോട് ഉത്തരം പറഞ്ഞു. എന്താ പറഞ്ഞേ? നീ യഹോവയുടെ നാമത്തിൽ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന വചനം സംബന്ധിച്ച് ഞങ്ങൾ നിന്നെ കൂട്ടാക്കുകയില്ല. ഓടാ, പോയി പണി നോക്കണം. ജനം പറഞ്ഞത് ഞാൻ മലങ്കര അസോസിയേഷൻ കൂടി പറയാണ്. യിരെമ്യാവിനോട് പറഞ്ഞു നീ പൊക്കൂ. ആകാശരാജ്ഞയ്ക്ക് ധൂപം കാട്ടുകയും അവൾക്ക് പാനീയ ബലി പകരുകയും ചെയ്യും എന്ന് ഞങ്ങൾ നേർന്നിരിക്കുന്ന നേർച്ച ഒക്കെയും ഞങ്ങൾ നിവർത്തിക്കും. ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും രാജാക്കന്മാരും പ്രഭുക്കന്മാരും യഹൂദ പട്ടണങ്ങളിലും യെരൂശലേം വീഥികളിലും ചെയ്തതുപോലെ തന്നെ. കണ്ടോ? അന്ന് ഞങ്ങൾക്ക് വേണ്ടുവോളം ആഹാരവും സുഖവും ഉണ്ടായിരുന്നു. ഈ അശേരെ ആരാധിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് എന്തുണ്ടായിരുന്നു? വേണ്ടുവോളം ആഹാരം, ഞങ്ങൾക്ക് സുഖം, ഒരനർത്ഥവും നേരിട്ടില്ല. എടാ തെണ്ടി, നീ വന്ന് കയറിയ പിന്നെയാണ് ഈ പ്രശ്നം ഉണ്ടായത്. യഹോവയോട് പറയുക. എന്നാൽ ഞങ്ങൾ ആകാശരാജ്ഞയ്ക്ക് ധൂപം കാട്ടുന്നതും പാനീയ ബലി പകരുന്നത് നിർത്തിയത് മുതൽ ഞങ്ങൾക്ക് എല്ലാം ബുദ്ധിമുട്ട് തന്നെ. ഞങ്ങൾ വാൽ കൊണ്ടും ക്ഷാമം കൊണ്ടും മുടിയുന്നു. അത് ഇവനാ മുടിക്കുന്നു. വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മുടിയുന്നു. കണ്ടോ? ആകാശരാജ്ഞിക്ക് ധൂപം കാട്ടുകയും പാനീയബലി പകരുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ അവളുടെ രൂപത്തിൽ അടയുണ്ടാക്കുന്നതും അവൾക്ക് പാനീയബലി പകരുന്നതും ഞങ്ങളുടെ ഭർത്താക്കന്മാരെ കൂടാതെയോ? അപ്പോൾ യിരെമ്യാവ് സകല പിന്നെ പുള്ളിയുടെ ദണ്ഡവും പ്രയാസമൊക്കെ. ഇതാണ് അതിന്റെ സ്ഥിതി. അപ്പൊ ഞാൻ
ബൈബിളിൽ തന്നെ ചെറിയ ചെറിയ തെളിവുകൾ കിടപ്പുണ്ട്. അന്നത്തെ കാലത്ത് ഇത് വലിയൊരു തെളിവാണ്. ഇത് വലിയൊരു തെളിവാണ്. ഇല്ലല്ലോ.